ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുച്ചരണങ്ങളിൽ ഇന്ന് ശ്രീ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് 20ാമത്തെ അധ്യായം പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ്. വൈശാഖ മഹാത്മ്യം ധ്യാനശ്ലോകം. ഓം തത്സത്. ഹരേ ജയ ഗോവിന്ദ, ഹരേ ജയ ഗോവിന്ദ, ഹരേ ജയ ഗോവിന്ദ, ഹരേ ജയ ഗോവിന്ദ, ശിവ രാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ, പ്രിയ ശൗരി ഗോവിന്ദ, സുധാ ജയ. ഇത്തരം ചൊല്ലി വന്നു ഉത്തമൻ കിളിപ്പെണ്ണെ ശുദ്ധമാനസേവാലേ. പുത്തന്തേൻ പഴം പഞ്ചസാരയുള്ള നീരും ചിത്തകൗതുകത്തോടു ഭുജിച്ചു ഘോഷിച്ചു നീ. കൂടരാജ്ഞങ്ങൾക്കും കൂടാതെ മോക്ഷമാർഗം ഉപദേശിച്ചിടേണം. ഓം ശ്രീകൃഷ്ണായ നമഃ. ശ്രീ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് 20ാം അധ്യായം. അത വിംശോധ്യായഃ. തുടങ്ങിക്കോ. ശംഖമുനീന്ദ്രവന്ദനം ചെയ്തവൻ ശങ്കതീർന്നിടുവാൻ ചോദിച്ചു പിന്നെയും. വൈകുണ്ഠമൂർത്തിയെ ചിന്തിച്ചു ധർമ്മങ്ങൾ ബോധേന ചെയ്യുന്നു കേട്ടു ധരിച്ചു ഞാൻ. എങ്ങനെ വിഷ്ണുവെന്നും പരിരക്ഷണം, എങ്ങനെ പിന്നെ പ്രമാണമെന്നുള്ളതും മംഗളമാരാലറിയുമെന്നും തഥാ എങ്ങനെ മാധവ ധർമ്മമെന്നുള്ളതും ത്വപ്രീതിയുമരുൾ ചെയ്തു കേട്ടിടുവാൻ ഉൾഭൂവിലാശ വളർന്നുകൂടിയുമ എന്നതു കേട്ടു മുനീവരൻ മാധവൻ തന്നെ വണങ്ങി പറഞ്ഞു തുടങ്ങിനാൻ. ബ്രഹ്മാതിശുദ്ധ മുനീവരന്മാരാലും ചെമ്മേ അറിഞ്ഞുകൂടാമതു വൈദിയെ. പൂർണ്ണഗുണങ്ങളും സമ്പൂർണ്ണ ശക്തിയും കുണ്ടലീകാക്ഷങ്കരൻ ചൊല്ലും ജനൻ. നിർഗുണനീശ്വരൻ നിശ്ചലൻ നിർമ്മലൻ നിഷ്കളൻ സച്ചിദാനന്ദരൂപൻ വരൻ. വിശ്വസഞ്ചാര താപസ സഞ്ജയ സ്വാശ്രയം സ്വാധീനമല്ലോ വശസ്ഥിതം. ചൊല്ലുവാനാദിനാരായണൻ തന്നെ ചൊല്ലുള്ള ലക്ഷണ വേദം ധരിക്കനീ. ഉത്പത്തി സ്ഥിതി സംഹാരമാവൃത്തി തൽപ്രകാശം നിയമം ബന്ധുമോക്ഷവും വൃത്തികളാർമി വണ്ണം ധരിക്കലോ നിത്യമീ ബ്രഹ്മമെന്നത്രേ പറയുന്നു. ബ്രഹ്മനും വിപ്രനും വേദത്തിനും കഥാ ബ്രഹ്മശബ്ദോപവാദം ഭവിച്ചിരുന്നു. സാക്ഷാൽ പരബ്രഹ്മമാകുന്നതു വിഷ്ണു, സാക്ഷിയാകുന്നവൻ സർവവിശ്വങ്ങൾക്കും അന്യദേവന്മാർക്കും അംശമരോന്നുണ്ട്. ധന്യശാസ്ത്രങ്ങളായി ബ്രഹ്മമറിയുന്നു. വേദസ്മൃതി പുരാണേതിഹാസാദിയാം വേദസാരം പഞ്ചരാത്രോപമം പിന്നെ ശ്രീഭാരതാദിയാം ശാസ്ത്രങ്ങളെ കൊണ്ടു ശ്രീപതി തന്നെയോ ഒട്ടറിയാം സഖി. വേദാന്തം മുഴിഞ്ഞാലുപരിയില്ല വേദസ്വരൂപനായിരുന്ന നാഥനെ. ഇന്ദ്രിയാകാമാഭിമാനങ്ങളെ കൊണ്ടു ഇന്ദിരേശമറിയുന്നതല്ലാരുമേ. നാനാവതാര ഗുണകഥാജാലങ്ങൾ മാനസത്താലറിഞ്ഞുള്ള മഹാജനം. തദ്വശവൃത്തികൾ മെല്ലെ ക്രമത്തിനാൽ ഉത്തമന്മാരായി ഭവിക്കുമറിയനീ. നാദാമഹാത്മത്വ സാദരം കേൾക്ക കിരാത മഹാമലേ. ദേവമുനി പിതൃജന്തുക്കളിലോരോ കേവലമേ ഏകശക്തി സ്ഥിതമായി ആഗമാനാദ്യാനുമാനങ്ങളെ കൊണ്ടു ആകിലോ സാക്ഷാൽ അറിവാനുര ചെയ്യാം. ബോധം സുഖം ബലം ഇത്യാദി സർവവും ആദൗനരോത്തമനാകനീ. പിന്നെ നരനാൽ സദഗുണം ഭൂവനും ചൊന്നവയെല്ലാം സദഗുണം ഭൂവനാൽ. ധന്യരാം മാനുഷ ഗന്ധർവന്മാർക്കെടോ മധ്യഗന്ധർവനാൽ 100 ഗുണമേറും. ഉത്തമനാം അനുജന്മാർക്കു സർവവും വിമാനി ദേവൻ തഥാ. നിർമ്മല വിപ്രമുനി വന്യമാർത്താണ്ഡ ഭൂയോ ഗുരുപ്രാണ ഇന്ദ്ര ശിവ ശംഭു. ഭൂയോ വിബുദ്ധിയാ ബ്രഹ്മഹാമായയും തസ്മാ സദഗുണീയും മഹാപ്രാണനും
വിസ്മയപ്രാണീകാരം കിഞ്ചിലില്ലടോ. സർവപ്രതിഷ്ഠിതം പ്രാണങ്കലാകുന്നു, സർവവും വിശ്വവും പ്രാണാൽ ജനിക്കുന്നു. പ്രാണാത്മകം ജഗൽ പ്രാണസംയോധത, കാണിടോ സൂത്രം കണക്കെടു കണക്കി നിന്നിടുന്നു. ക്ഷമതേ ബലം ജീവന് ലക്ഷ്മി മുകുന്ദാനുകമ്പ ബലാനിതം. കശ്ചിൽ പുമാൻ വിഷ്ണു തുല്യനായില്ലഹോ, നിശ്ചയം പിന്നെ നിരൂപിക്ക വേണമോ. തന്മൊഴി ഇങ്ങനെ കേട്ടു കിരാതനും, നന്മയിൽ ചോദിച്ചു കൊണ്ടാൻ മുനിയോട്. ചൊൽക്കണ്ട സർവദേവന്മാരാലെങ്ങനെ മുഖ്യതെന്നു കേൾപ്പിക്കണം. മുഖ്യനാമാമുനി അപ്പോൾ ചെയ്തു, കേൾക്കനീലതിൻ പ്രകാരം സഖേ. സർവജ്ഞനായ നാരായണൻ പണ്ടിടു, സർവജഗത്തെയും സൃഷ്ടിച്ചുകൊണ്ടവൻ. നാനാജഗത്തിനും നായകൻ നാമുകൻ, നാനാമരുൾ ചെയ്തു മാനവനിങ്ങനെ. നൂനാമരുൾ ചെയ്തു മാനവനിങ്ങനെ. പിന്നെ സമസ്ത മന്ദസ്മിതം ചെയ്തു മാനവനാദരാൽ. വിഷ്ണുശക്തിയുപാധിനാകെ ആദീപനാകേണം താരെന്നു ചിന്തിച്ചു. ചൊല്ലേണമെന്നതു കേട്ടു സുജനം, എല്ലാവരും ഒത്തു ചൊന്നാർ പലതരം. സൂര്യനെന്നും ചിലർ, ശുക്രനെന്നും ചിലർ, സൂര്യജൻകാലനെന്നും ചിലർ ചൊല്ലിനാർ. സർവഗുണസ്ഥിത ശക്തനാരെന്നതു സർവദേവന്മാർ കവിഞ്ഞുകൂടായികയാൽ. മംഗലാദേവതാനാഥനുമർപ്പിച്ചു, ഞങ്ങൾക്കടുത്തുകൂടായെന്നു കൂപ്പിനാർ. ദിവ്യരാം നിന്നു ഈ കായത്തിൽ നിന്നുവൻ വെവ്വേറെ വാങ്ങുകീനെന്നാലറിഞ്ഞിടാം. യാതൊരുത്തൻ വാങ്ങിയാൽ ഈ ശരീരവും സ്വാധീനമില്ലാതെ കാണാം നേരത്തു. നിശ്ചയിക്കാമെന്നരുൾ ചെയ്ത നേരത്തു സമീരന്മാർ ഗമിച്ചിടിനാർ വെവ്വേറെ. പ്രാണനൊഴിച്ചതും ശരീരവും വീണിരു നിശ്ചേഷ്ട കാട്ട സമാനമായി. അന്നേരമെല്ലാവരും ഗ്രഹിച്ചിടിനാർ മാന്യനായുള്ളവന്മാരുതൻ താനിന്നു. ദേവകളിലുള്ള രാജൻ സഭാഗതി ദേവമരുൾ ചെയ്തു മന്ദസ്മിതാന്വിതം. നിങ്ങളും മുന്നേതുപോലെ അവമ്പുക എന്നതു കേട്ടു ശരീരം പ്രവേശിച്ചു. പ്രാണപ്രവേശ കാലത്തിൽ നീക്കിതു, പ്രാണനതു മൂലം വിഖ്യാതനായിതു. വിംശതധ്യായവും മീരിതമായിതു, ആശയാ കേൾക്ക നിശേഷമശേഷവും. ഓം തത്സത്. വൈശാഖ മഹാത്മ്യം വിംശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്.